Hello everyone. In this part, we will see law of return to scale. Law of return to scale കഴിഞ്ഞ part we have already seen what it is. The law of production in the long run is called law of return to scale. ലോങ് റണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേരി ചെയ്യാൻ പറ്റും. നമ്മൾ ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത കണ്ടിട്ടുണ്ട്. ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത എന്താണ്? വൺ ഫാക്ടർ റിമെയിൻസ് fixed or one factor remains varied. ഇതിവിടെ both variable factor and fixed factor ഉള്ളതാണ് എന്ത് law of diminishing marginal return. അതായത് ഷോർട്ട് റണ്ണിൽ വേരിയബിൾ ഫാക്ടേഴ്സും ഫിക്സഡ് ഫാക്ടേഴ്സും ബോത്ത് ഉണ്ട്. പക്ഷെ ലോങ് റണ്ണിനെ സംബന്ധിച്ച പ്രത്യേകത എന്താണ്? എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാം. So a firm, in order to produce different levels of output in the long run, may vary both inputs simultaneously. ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇൻപുട്ട് നമ്മൾ ചേഞ്ചസ് വരുത്തും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ലോങ് റണ്ണിലേക്കാണ് ഒരുപാട് സമയം എടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന്റെ ഇൻപുട്ട് മരത്തടിയുടെ കഷ്ണങ്ങൾ കൂട്ടാൻ മതി. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിന്റിന്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ മതി. അങ്ങനെ ലോങ് റണ്ണിൽ എന്താണ് ഇൻപുട്ട് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ദർ ഇസ് നോ ഫിക്സഡ് ഫാക്ടർ. സോ ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എക്സ്പ്ലെയിൻസ് ഹൗ ദ ഔട്ട്പുട്ട് ചേഞ്ചസ് വെൻ ഓൾ ഇൻപുട്സ് ആർ വേരിഡ്. അതായത് ഇൻപുട്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ അത് ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് എന്ത് പഠിക്കുന്നത്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കൂടുതലായിട്ട് ചേഞ്ച് ചെയ്യോ, അല്ലെങ്കിൽ സെയിം എമൗണ്ടിലാണോ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചാണോ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനാണ് എന്ത് നമ്മൾ പഠിക്കുന്നത്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. സോ അക്കോർഡിംഗ് ടു ദിസ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ദർ ആർ ത്രീ സ്റ്റേജസ് അല്ലെങ്കിൽ ത്രീ ടൈപ്സ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. സോ ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ ഇൻപുട്ട് ആസ് യൂഷ്വൽ ഇസ് ഗിവൺ ഇൻ എക്സ് ആക്സിസ്, പിന്നെ ഔട്ട്പുട്ട് ഇസ് ഗിവൺ ഇൻ വൈ ആക്സിസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇസ് ഇൻക്രീസിങ് റിട്ടേൺ. അതായത് ഇൻക്രീസിങ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കൂട്ടിയതിന്റെ അതേ പ്രപ്പോർഷൻ അല്ലാതെ മോർ ദാൻ ദറ്റ് പ്രപ്പോർഷൻ ഔട്ട്പുട്ട് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് നോൺ ആസ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഇസ് മോർ ദാൻ ദ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഇൻപുട്ട് 100% കൂട്ടി, അപ്പൊ ഔട്ട്പുട്ട് എന്ത് കൂടുന്നു? ഔട്ട്പുട്ട് ഒരു 110% അല്ലെങ്കിൽ 200% കൂടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് ചേഞ്ച് ഇൻ ഇൻപുട്ട് ഇസ് the proportion of change in input is more in proportion of change in output. ഇൻപുട്ട് നമ്മൾ കൂട്ടി കഴിയുന്ന സമയത്ത് ഔട്ട്പുട്ട് മോർ ഇൻ ദറ്റ് പ്രൊപ്പോർഷൻ കൂടിയാലാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മൾ 100 ഇൻപുട്ട് യൂസ് ചെയ്താൽ ആ 100 പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കൂടുന്നതാണ് എന്ത്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. നേരെ മറിച്ച് ഡിമിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. നമ്മളിവിടെ 100 ഇൻപുട്ട് വെച്ച് കൂട്ടിയാൽ ഔട്ട്പുട്ടിന്റെ പ്രൊപ്പോർഷൻ 80 ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ ബി ലെസ് ദാൻ പ്രൊപ്പോർഷൻ. ദാറ്റ് ഇസ് ഇൻ ദ തേർഡ് സ്റ്റേജ് the proportionate increase in output is less than the proportionate increase in input. Okay, so ഈ 3 സ്റ്റേജസ് ആണ് എന്തിനുള്ളത്? റിട്ടേൺ ടു സ്കെയിലിനുള്ളത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലോങ് റൺ ഇസ് നോൺ ആസ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ലോങ് റണ്ണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവറി ഫാക്ടർ റിമെയിൻസ് വേരിഡ്. ഇവിടെ എന്തില്ല? ഫിക്സഡ് ഫാക്ടർ ഇല്ല, എല്ലാതും നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ നമ്മുടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഔട്ട്പുട്ടിന് അത് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ പഠിക്കുന്നത്. ദർ ആർ 3 സ്റ്റേജസ്: ഇൻക്രീസിംഗ് റിട്ടേൺ, കോൺസ്റ്റന്റ് റിട്ടേൺ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. So this is all about law of return to scale.